എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുടുത ഉപയോഗിച്ചുള്ള ഒരു നല്ല മീൻ കറിയാണ്. അതിനായി ഞാൻ 1/2 കിലോ കുടുതയാണ് എടുത്തിട്ടുള്ളത്. അത് നുറുക്കിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വയ്ക്കുക. പിന്നീട് ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് ഒരു മുറി നാളികേരം, ഒരു 10 മണി പെരുംജീരകം, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കുക. അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. മസാല എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. പിന്നീട് ഈ മസാല നല്ലതുപോലെ അരച്ച് വയ്ക്കുക. ഇങ്ങനെയുള്ള ഈ അരപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ മീൻകറി തയ്യാറാക്കുന്നത്. ഇതുപോലെയുള്ള മീൻകറി തയ്യാറാക്കാത്തവർ എന്തായാലും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻകറിയാണിത്. അത് ഉണ്ടാക്കാനായി ഒരു ചട്ടി എടുത്തു വയ്ക്കുക. അതിലേക്ക് ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇടുക. പിന്നീട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ഇടുക. 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു കുടപ്പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചത് അതിലേക്ക് ഒഴിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവയും ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്പി ചേർക്കണം. പിന്നീട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക. ഈ കറി തിള വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കുക. ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം പിന്നീട് അത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കറി വേവിക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 15 മിനിറ്റോളം വേവിക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ശരിയല്ലേ എന്നൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടുക. ഒന്ന് പതുക്കെ ഇളക്കണം. കഷ്ണങ്ങൾ ഉടയാതെ ശ്രദ്ധിക്കണം. ഇതാ കറി ഒരുവിധം വറ്റലായിട്ടുണ്ട്. ഇനി അത് ഗ്യാസിൽ നിന്നും ഇറക്കി വയ്ക്കുക. ഇപ്പോൾ തന്നെ ഈ കറി കണ്ടാലറിയാം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എന്തായാലും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായാൽ അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞത് ഇടണം. 3 തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കണം. അത് ഗോൾഡൻ ബ്രൗൺ കളറായാൽ അത് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാം. സ്വാദിഷ്ടമായ നമ്മുടെ ഈ മീൻ കറി റെഡിയായി. ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ
കമൻസ് അറിയിക്കണം. ഇതുപോലൊരു മീൻ കറി ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണിത്.